ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽദാൻ PSC വേൾഡ്. അപ്പോൾ നമ്മൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് LGS, VFA, LDCയുടെ അല്ലേ. അപ്പോൾ ഇതിന്റെ പഠനവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡെയിലി ടെസ്റ്റ് സീരീസ്, അതായത് നമ്മൾ പഠിച്ചതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു അവലോകനം നമുക്ക് തന്നെ സ്വയം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അന്നന്ന് പഠിക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ പഠിക്കാൻ പോകേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി പറയും. അതിന്റെ ടെസ്റ്റ് നമ്മൾ രാത്രി കണ്ടക്ട് ചെയ്യും. അതുപോലെ SCRT ക്ലാസ്സസിനെ കുറിച്ച് കുറേയധികം പേര് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്തത് കണ്ടപ്പോൾ ചോദിച്ചതുകൊണ്ട് SCRT ക്ലാസ്സസും വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, എക്സ്ട്രാ ഫാക്ട്സും ഒക്കെ വെച്ചിട്ട്. പ്ലസ് നമുക്ക് വീക്കിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി എന്ത് ചെയ്യാം, കേരള PSCയുടെ ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിന്റെ ജനറൽ ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും, എങ്ങനെയാണ് എന്താണ് തുടങ്ങുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ, എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചും ടെസ്റ്റ് സീരീസിനെ കുറിച്ചും ഒക്കെ കാണാൻ സാധിക്കാം. ഇനി എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനു മുൻപ് സെൽഫായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും അല്ലെ. അതായത് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഇതുവരെ തുടങ്ങാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും, കൃത്യതയോടുകൂടി തന്നെയാണോ പോകുന്നത് എന്ന ഡൗട്ട് ഉള്ളവരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് ഡിഗ്രിയുടെ മെയിൻസ് എക്സാം ഉള്ളത് കൊണ്ടാണ്, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചധികം അതിന്റെ പഠനത്തിന്റെ തിരക്കിലും വേറെ കുറച്ച് കാര്യങ്ങളുടെ തിരക്കിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് LDC, LGS, VFAയുടെ റിലേറ്റ് ചെയ്ത വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കാതിരുന്നത്, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊന്നും പറയാൻ സാധിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിനു വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് മാക്സിമം ഒരു എന്താണ് ടൈം ബൗണ്ട് ആയിട്ട് തന്നെ പഠിക്കാനാണ് തുടങ്ങുന്നത്, നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, മാക്സിമം നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. ദെൻ അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ജനറലി നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന, ഇപ്പൊ ഇതിൽ കാണുന്നവർ സ്വയം ഉണ്ടാക്കി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അക്കോർഡിംഗ് ടു ദിയർ കംഫർട്ട്സ് ഓൺ, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ വീക്ക് ഏരിയാസ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് SCRT കവറേജ്, NCRT കവറേജ് എന്നുള്ളതാണ്. അതിൽ NCRT എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്, അതായത് നമുക്ക് ഓരോ സബ്ജക്ട് വൈസ്, ടോപ്പിക് വൈസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ NCRT പാഠഭാഗങ്ങൾ നോക്കിയാൽ മതി. ലൈക്ക് എക്കണോമിക്സിന്റെ, IT-യുടെ ഒക്കെ ഏരിയ ഞാൻ ഇത് മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ SCRT എന്ന് പറയുന്നത് ഫുൾ കവറേജ് നിങ്ങൾ നടത്തിയിരിക്കണം, വേണ്ടത് മാത്രം. ദെൻ സിലബസ് കവറേജ് അതും അത്യാവശ്യം വേണ്ടതാണ്. കാരണം നമ്മൾ വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത് പഠിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, സിലബസിൽ പറഞ്ഞിട്ടുള്ളതിന് എന്താണ് ചില ഇതുവരെ തൊടാത്ത ഏരിയാസും തൊട്ട് ചോദിച്ചു വരാം. അപ്പൊ അത്യാവശ്യം നല്ലൊരു സിലബസ് കവറേജ് നമുക്ക് വേണം. പിന്നെ ഫോക്കസ് ഓൺ വീക്ക് ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ അല്ലെ. നമുക്ക് സ്റ്റിൽ ബുദ്ധിമുട്ടുള്ള ഏരിയാസിനെ നമ്മൾ നല്ലോണം സ്ട്രോങ് ആക്കി എടുക്കാൻ ശ്രമിക്കണം. അടുത്തൊരു എക്സാമിന് മുൻപ് നമുക്കത് പക്കയായിരിക്കണം. പിന്നെ ഡെയിലി സ്റ്റഡി, അതായത് ഡെയിലി സ്റ്റഡി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞ ടെസ്റ്റ് സീരീസിലൂടെയാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ ഓരോന്നും അന്നൊന്ന് പഠിക്കുന്നതിന്റെ ഒരു എക്സാം പോലെ നമ്മൾ എന്താണ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇങ്ങനത്തെ ചോദ്യങ്ങളാണല്ലേ വരിക എന്നുള്ളത്. നമുക്ക് തന്നെ നമ്മളെ സെൽഫ് അനലൈസ് ചെയ്യാൻ പറ്റണം അല്ലെ. നമുക്ക് ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള എക്സാംസിനൊക്കെ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. അതായത് ഒരു എബവ് 90 ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ എത്തണം. മാത്രമല്ല അത്രയെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കൊരു 70 എബവ് ഒക്കെ മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓരോന്നിന്റെയും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് ടൈം ഉണ്ട്, നല്ലോണം റിവിഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡെയിലി സ്റ്റഡി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അന്നു എടുക്കുന്നത് അന്ന് തന്നെ നമ്മളൊരു പരീക്ഷ എഴുതി നോക്കുക. നമ്മൾ രാവിലെ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അപ്പോൾ പഠിച്ച് ഓക്കെ അരമണിക്കൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സെറ്റ് ആയി എന്ന് വിചാരിക്കും, നമ്മുടെ മൈൻഡിലുണ്ടെന്ന് നമ്മൾ കരുതും അല്ലെ. നമ്മൾ രാത്രി ഇതിന്റെ എക്സാം എഴുതുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും മെമ്മറിയിൽ സ്റ്റിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ദെൻ വീക്ക്ലി PYQs, അതായത് നമ്മൾ ഒരു വീക്കിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് ആയിട്ട് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിലൂടെ പോകാം. എങ്ങനെ വേണമെങ്കിലും, അത് ടോപ്പിക് വൈസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തിട്ട് ചെയ്യാം. ഇത് സെൽഫായിട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും, ഒരാളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദെൻ ക്ലിയർ കട്ട് റിവിഷൻ, ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ് നമ്മുടെ പഠനത്തിന് അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് നല്ലൊരു സ്കോറിംഗിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് എപ്പോഴും ഓരോ എക്സാമിന് വേണ്ടി പഠിക്കുന്നു, പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ. ഞാൻ കാണിച്ചു തരാം. നോക്കി, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്താണ് SCRT ചാപ്റ്റേഴ്സ്, അപ്പോൾ ഒരു 2 SCRT പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോകാം. ഓക്കെ, ഇപ്പോൾ 5ാം ക്ലാസ് എടുക്കുകയാണെങ്കിൽ 5ാം ക്ലാസ്സിലെ 2 പാഠഭാഗങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ SCRT മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. കാരണം അതിനാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആക്ട്, മാത്സ്, മലയാളം, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇട്ടിരിക്കുന്നത്. ഈ മാത്സ് മലയാളം ഇടാൻ കാരണം സ്റ്റിൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്
വളരെയധികം ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് അധികമൊന്നും കിട്ടില്ല അല്ലെ. അപ്പൊ അതാണ് ഞാൻ സെപ്പറേറ്റ് ഇട്ടത്. ഓരോ ആക്ടും നിങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പൊ മൺഡേ 2 CRT പാഠഭാഗങ്ങൾ നോക്കുന്നു. സുപ്രധാന നിയമങ്ങളിലെ ഒരു നിയമത്തിന്റെ ഇപ്പോൾ ഏതെങ്കിലും ഷെഡ്യൂൾ, ഇപ്പോൾ ഷെഡ്യൂൾ വൈസും അതുപോലെ സെക്ഷൻ വൈസും ഒക്കെ വളരെയധികം ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓരോന്ന് കട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, മാത്സ് ഒരു പോർഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. മലയാളം, ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്തായാലും വേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ട്യൂസ്ഡേ ആണെങ്കിലും 2 CRT പാഠഭാഗങ്ങൾ നോക്കുക. വ്യക്തമായി നല്ല രീതിയിൽ പഠിക്കുക. കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലെ ഏറ്റവും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ടോപ്പിക്, ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് എടുക്കുക. അതിന് നമ്മൾ ഒറ്റയടിക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പോൾ പഠിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ദുരന്ത നിവാരണം, അതിന്റെ NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പഠിക്കുക. എന്ന് വന്നു, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, പിന്നെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇത്രയും വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഒരു ദിവസം കൊണ്ട് തന്നെ കമ്പയർ ചെയ്യാം. പിറ്റേ ദിവസം നിങ്ങൾക്ക് NDRF അങ്ങനെയുള്ള കാര്യങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ, പുതിയ ആക്ട് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ട്, അപ്പോൾ അതിന്റെയൊക്കെ പഠിക്കാം. ഓക്കെ, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, ഡെയിലി CA, ഇങ്ങനെയാണ് ട്യൂസ്ഡേ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെൽഫായിട്ട് സ്വന്തമായിട്ട് തന്നെ പഠിക്കാം എന്നുള്ള ഇതുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആകാനായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതനുസരിച്ച് പഠിക്കാം. ഇനി വെനസ്ഡേ ആണെങ്കിലോ ഇതേപോലെ 2 CRT പാഠഭാഗങ്ങൾ ആർട്സിന്റെ മേഖലയിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ എന്താണ് നൃത്തം റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ, കലകൾ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതിന്റെ പഠിച്ചാൽ മതി. ഇപ്പോൾ കഥകളി, കൂടിയാട്ടം, മുടിയേറ്റ്, തെയ്യം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോന്നായിട്ട് നോക്കി പഠിക്കാം. പിന്നെ മാത്സ്, മലയാളം, ഡെയിലി CA. ഞാൻ പറഞ്ഞു മാത്സ്, മലയാളം, ഇംഗ്ലീഷ് നിങ്ങളൊരു ദിവസേന എന്നുള്ള രീതിയിൽ നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് സ്ട്രോങ് ആയി വരും. ഓക്കെ, കാരണം ഈ പറയുന്ന സംഭവങ്ങള് വളരെയധികം ബുദ്ധിമുട്ടേറിയ മലയാളം കാര്യങ്ങൾ ചില പേപ്പറിൽ വരും, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പമായിട്ട് വരിക, എന്നാൽ റിവേഴ്സിൽ സംഭവിക്കാം. അപ്പോൾ ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഗ്രാമർ പ്രാവശ്യം സെറ്റ് ആയത് തന്നെ ആയിരിക്കും. പക്ഷേ ഈ വൊക്കാബുലറി പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, കുറച്ച് പഠിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അതുപോലെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ CRT പാഠഭാഗങ്ങൾ 2 വെച്ച്, തേഴ്സ്ഡേ വരുമ്പോൾ സ്പോർട്സ്, മാത്സ്, ഇംഗ്ലീഷ്, ഡെയിലി CA. അപ്പോൾ നിങ്ങൾക്ക് ഈ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. മാത്സ് എല്ലാ ദിവസവും ചെയ്യുക, മാത്സ് ബുദ്ധിമുട്ടുള്ളവര്. ഒപ്പം ഇംഗ്ലീഷും മലയാളം ഓൾട്ടർനേറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഇവിടെ സ്പോർട്സ് ആണ് ഒരു ദിവസം. ഞാൻ പറഞ്ഞല്ലോ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റിനൈസൻസ് ലീഡേഴ്സ് സെപ്പറേറ്റ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LGSന് ഈ റിനൈസൻസിന്റെ ഭാഗത്തു നിന്ന് നല്ലോണം ചോദിക്കും. ഇപ്പൊ കമ്പനി ബോർഡ് LGS ആണ്, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. 7th ആണ് ക്വാളിഫിക്കേഷൻ അല്ലേ, അപ്പൊ നല്ലോണം കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിന് തീർച്ചയായിട്ടും നമ്മളൊരു നല്ല സ്കോറിംഗിലേക്ക് എത്തേണ്ടി വരും. കാരണം എണ്ണം കൂടും തോറും സ്വാഭാവികമായിട്ടുള്ള കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്, എളുപ്പമാവും തോറും കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ ഈ റിനൈസൻസ് ലീഡേഴ്സിന്റെ ഒക്കെ നല്ലോണം നോക്കിക്കൊള്ളൂ കേട്ടോ, കാരണം വളരെ ടഫായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ തന്നത് കേട്ടോ. അത് എന്റേതായ വ്യൂ പോയിന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ അതുകൂടെ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി സൺഡേ നമ്മൾ ബേസിക്കലി എന്താണ് ഡെയിലി നമ്മുടെ PYQs അല്ലെങ്കിൽ PYQs കൂടുതലും ഫോക്കസ്. കാരണം ഇപ്പോൾ ഒരു റിവിഷനേക്കാൾ ഉപരി നിങ്ങൾക്ക് എളുപ്പം അതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ ഒരു സംഭവത്തിൽ ജോയിൻ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു സെറ്റ് ഓഫ് CRT ചാപ്റ്റേഴ്സ് നമ്മളുടെ അത്യാവശ്യം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ സ്റ്റഡി പ്ലാനിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് മാറ്റം വരുത്താൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ ഇതുവരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയുള്ളതുണ്ട് എങ്കിൽ അത് കുറച്ചും കൂടെ എന്താണ് ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഈ SCRT പാഠഭാഗങ്ങൾ നിങ്ങളൊന്ന് അത്യാവശ്യം പഠിച്ച് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർമിക്സ് ചെയ്ത് പഠിക്കാം. അതായത് ഈ SCRT പാഠഭാഗങ്ങളോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ SCRT പാഠഭാഗങ്ങൾ അത്യാവശ്യം സെറ്റ് ആക്കിയിട്ട് ടോപ്പിക് വൈസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ സിലബസിൽ പറഞ്ഞു പോയിട്ടുള്ള പോർഷൻസിൽ നമ്മുടെ മെയിൻ ഞാൻ പറഞ്ഞല്ലോ സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ SCRT ആണ്. പിന്നെ NCERTയിലുള്ള എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇന്റർമിക്സ് ചെയ്ത് സ്റ്റഡി പ്ലാനിൽ മാറ്റം വരുത്തണം. നെസസറി ചേഞ്ചസ് അവിടെ കൊടുക്കണം. ഓക്കെ, കാരണം നമ്മൾ സിലബസിൽ കണ്ട പോയിന്റ്സ് SCRTയിൽ വന്നു പോയിട്ടുണ്ടോ, ഇനി എക്സ്ട്രാ എന്തെങ്കിലും അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ഫയലും കൂടെ വെച്ചിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ സ്റ്റഡി പ്ലാൻ ഓൾട്ടർ ചെയ്തിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്ന സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് പറയും, ഇന്ന കാര്യങ്ങൾ നോക്കണം, അത് ടോപ്പിക് വൈസ് ഇന്റർമിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ടേ തരുള്ളൂ. ഓക്കെ.
ഓൾ ടുഗദർ നമ്മളുടെ എന്താണ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അങ്ങനെ ഇതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മളുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്ന് പറയും. അത് വെച്ചിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നതായിരിക്കും എന്തൊക്കെ പഠിക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട്. അതനുസരിച്ചുള്ള പരീക്ഷ നമ്മൾ ചെയ്തു പോകും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞതിനെ വെച്ചിട്ടുള്ളത് ഒക്ടോബർ 6th തൊട്ട് നമ്മൾ ഡെയിലി ടെസ്റ്റ് സീരീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, ജോയിൻ ചെയ്യാം. 2 monthsന് 80 rupees ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത്രയും എഫേർട്ട് ഇടുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടുള്ളത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇനി SCRT ക്ലാസ്സസും കൂടി വേണം എന്നുള്ള രീതിയിലുള്ളതാണെങ്കിൽ, അതായത് SCRT ക്ലാസ്സസ് അതുപോലെ വീക്ക്ലി PYQന്റെ ഡിസ്കഷൻ എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തി ഈ ടെസ്റ്റ് സീരീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ അത് 150 for 3 months ആണ് കേട്ടോ. ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മതി. ഞാൻ അത്രയും എഫേർട്ട് ഇടുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. മാത്രമല്ല ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ പറയുന്നതായിരിക്കും. ഒക്ടോബർ 6 തൊട്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി എന്റെ SCRT ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ പ്രീവിയസ് വീഡിയോസിൽ, അപ്പൊ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ അതിന് മുമ്പുള്ളതിലൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ക്ലാസ് എടുക്കണേന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ കൂടുതലും ഞാൻ ഇങ്ങനെ അതായത് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് മിക്കവാറും ഇത് ത്രൂ ആയിരിക്കാം ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള രീതിയിലും ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളൊരു 30 അത്രയും മിനിറ്റിനാണ് ഒരു ക്ലാസ് എടുക്കുന്നത് അല്ലേ. അപ്പൊ അതിന് എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം, നമ്മൾ എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ നോക്കണം, എന്തെങ്കിലും അഡീഷണൽ പറയാനുണ്ടോ. ഓരോ പാഠഭാഗം വെച്ചിട്ട് നമ്മൾ വെറുതെ വായിച്ചു വിടുന്നതിനേക്കാൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ഒരു പാഠഭാഗം ഡീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണെങ്കിലും അതിൽ നിന്ന് എന്തൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും വിത്തിൻ ആ ഒരു നമ്മളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നുകൊണ്ട്. ഓക്കെ, ഇതുവരെ ചോദിച്ചതിൽ നിന്ന് വെച്ചിട്ടുള്ള ഫാക്ട്സ് നമ്മൾ ആ ഒരു വ്യാപ്തിയിലുള്ളത് മാത്രം നോക്കിയാൽ മതി അല്ലെ. അല്ലാണ്ട് നമുക്ക് ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. അത്രയും നമുക്ക് ആവശ്യമില്ല. നമുക്ക് പഠിക്കുക, പാസ്സാവുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരൊറ്റ കാര്യമുള്ള എന്താ, നമുക്ക് റാങ്ക്, നല്ല ഉയർന്ന റാങ്ക് വേണം. എന്നാൽ മാത്രമല്ലേ ജോലി പെട്ടെന്ന് കിട്ടുള്ളൂ അല്ലെ. ലിസ്റ്റ് വന്നാൽ മാത്രം പോരാ. അപ്പൊ നമ്മളുടെ ഇനിയുള്ള എയിം മാക്സിമം ഒരു 90 above ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഒപ്പം ഒരു 70 above മാർക്സ് വേണ്ട, 75 above എങ്കിലും നമുക്ക് കിട്ടണം അല്ലെ. കാരണം 90 above ഒക്കെ ചെയ്താൽ മാത്രം നമ്മൾ അത്രയും ഇതാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 90 above എന്ന് പറയുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് 75 അറിയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, അവിടെ സെറ്റ് കാര്യങ്ങൾ. പക്ഷെ അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. അതിൽ ഞാൻ ഇതിനെക്കുറിച്ച്, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഇതാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സെൽഫായിട്ട് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഓരോ ദിവസവും SCRT 2 SCRT പാഠഭാഗങ്ങൾ 5 തൊട്ട് 10 വരെയുള്ള ഇതിൽ ഒരു ഓർഡറിൽ നിങ്ങൾ നോക്കുക. 5, 6, 7, 8, 9, 10 എന്നുള്ളത്. അത് പാർട്ട് 1 നോക്കുക, പാർട്ട് 2 നോക്കുക. ഒപ്പം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നുള്ളത് ഓരോ ദിവസവും ഇമ്പോർട്ടന്റ് ആക്ട്, കേരള ഗവേണൻസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ ഒരു ടോപ്പിക് മാത്രം എടുക്കുക. ഒരിക്കലും ആക്ടും കേരള ഗവേണൻസും ഒരുമിച്ച് എടുക്കേണ്ട, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അങ്ങനത്തെ രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് പോവുക. മാത്സ് എന്തായാലും ബുദ്ധിമുട്ടുള്ളവർ അതെല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഡെയിലി ചെയ്യാം. ഓക്കെ, പിന്നെ വീക്ക്ലി PYQs തീർച്ചയായിട്ടും വേണം. കാരണം PSC ലേറ്റസ്റ്റ് നടത്തിയ ചോദ്യപേപ്പറിന്റെ ട്രെൻഡ് മനസ്സിലാക്കണം, എന്തൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞ സെൽഫ്, ഇപ്പൊ നിങ്ങൾ ഒരു കോച്ചിങ് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിലും ശരി, നിങ്ങൾക്കിത് ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം നമ്മൾ ഡെയിലി ടെസ്റ്റ് ചെയ്യുകയാണ്. ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കാര്യമുള്ളൂ, നമ്മൾ ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോ എന്താണെങ്കിലും, ഇപ്പൊ നിങ്ങളിപ്പോ സപ്പോസ് ഇതിലിപ്പോ ജോയിൻ ചെയ്തതായിരിക്കും, ടെസ്റ്റ് സീരീസ് എങ്കിൽ ടെസ്റ്റ് സീരീസ്, അല്ലെങ്കിൽ ക്ലാസ് SCRT ക്ലാസ് മാത്രമാണ് കേട്ടോ. SCRT ക്ലാസ് അതിന്റെ എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ പറഞ്ഞു പോകും. ടെക്സ്റ്റിലുള്ള അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും അന്നെന്ന് പറയുന്നത് കണ്ടു തീർക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താണ്, നമ്മളത് പെൻഡിങ് വെച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര ബുദ്ധിമുട്ടാവുക. ഓക്കെ, അപ്പൊ അന്നെന്ന് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഈ എക്സാം ഒരിക്കലും ടെസ്റ്റ് സീരീസ് എന്ന സാധനത്തിൽ ഒരു നമ്പർ മിസ്സാക്കരുത്, നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുക. പിന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് ഒക്ടോബർ 6 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, എന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാം കഴിയുന്നതും അതുപോലെ പൂജവെപ്പ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ആ ഒരു ഇത് നോക്കിയിട്ടാണ് ഒക്ടോബർ 6 ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റങ്ങൾ അധികം ഇതില്ലാതെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള, അതായത് ഇതുവരെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി PYQs ഒക്കെ നോക്കിയിട്ടുണ്ട്, ക്ലാസ്സസ് നോക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ വെറുതെ ക്ലാസ്
കേട്ടാൽ മാത്രം പോരാ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് സീരീസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ആ പറയുന്ന പോർഷൻസ് അന്നൊന്നും തന്നെ തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. അതിനുള്ള പോർഷൻസേ പറയൂ, കുറേയധികം ഹെക്ടിക്കായിട്ട് പറയില്ല. പക്ഷെ നമ്മൾ പെൻഡിങ് വെക്കാതിരിക്കുക. പെൻഡിങ് വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു ഇപ്പോൾ നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കോച്ചിങ് പർച്ചേസ് ചെയ്താലാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് എടുത്താലാണെങ്കിലും ശരി, ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് മാക്സിമം അധികം അതിനെ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യാൻ ഇതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ രാത്രി പറഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ കൂടി, ഇപ്പോൾ വായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഏതെങ്കിലും ഒരു പാഠഭാഗം പറഞ്ഞത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും. ഓക്കെ, അപ്പോൾ അത് മിസ്സാക്കരുത്. ചെയ്താൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഈ പെൻഡിങ് അവസാനം വെക്കുന്നതോറും നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ചീശെ ആണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കുറച്ചധികം ക്വസ്റ്റ്യൻസ് മിക്സഡ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചതൊക്കെ എത്രത്തോളം നമ്മുടെ മനസ്സിലുണ്ടെന്നൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് സീരീസും പിന്നെ SCRT ക്ലാസ്സസ് ആയിട്ട് തരുമെന്നുള്ള ചോദിച്ചതിനെ ബേസ് ചെയ്ത് SCRT ക്ലാസ്സസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ സെപ്പറേറ്റും പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇത്രയേ ഉള്ളൂ. സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് ഇതൊരു മോഡൽ എന്നുള്ള രീതിയിൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.